ഹായ് പ്രിയ കൂട്ടുകാരെ, മറ്റൊരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് പ്ലസ് ഫ്യൂച്ചർ പോയിൻ്റ് ഇൻ ടൈം. ഫോർ എക്സാമ്പിൾ, ദേ വിൽ ഹാവ് ജോഗ്ഡ് 3 miles ബിഫോർ റീച്ചിങ് ദ ബാങ്ക്. The future perfect is a verb tense used for action that will be completed before some other point in future. ഞാൻ നാളെ പൂർത്തിയാക്കും. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ബൈ ടുമാറോ എന്ന ഇംഗ്ലീഷ് വാക്യത്തിൽ പറഞ്ഞതുപോലെ ഭാവിയിൽ റഫറൻസ് സമയത്തിന് മുമ്പ് സംഭവിക്കാൻ പ്രതീക്ഷിക്കുന്നതോ ആസൂത്രണം ചെയ്തതോ ആയ ഒരു സംഭവത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന ക്രിയാരൂപമോ നിർമ്മാണമോ ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വിൽ ഹാവ് തന്നെ, അതിനുശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. ഒരിക്കൽ കൂടി ഓർക്കുക, സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് പ്ലസ് ഫ്യൂച്ചർ പോയിൻ്റ് ഇൻ ടൈം. മറ്റു പല വീഡിയോകളിലും പറയുന്നത് പോലെ കൂടുതൽ വാക്യങ്ങൾ സ്വയം നിർമ്മിക്കുക, എഴുതിയും വായിച്ചും ഉറപ്പുവരുത്തുക. കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ റൈറ്റിംഗ് ബൈ നെക്സ്റ്റ് വീക്ക്. മറ്റൊരു ഉദാഹരണം, വി വിൽ ഹാവ് ലെഫ്റ്റ് ബൈ ടുമാറോ ഈവനിങ്. വി വിൽ ഹാവ് ലേൺഡ് ഇംഗ്ലീഷ് ബൈ നെക്സ്റ്റ് ഇയർ. താങ്ക് യു ഓൾ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.